നമസ്കാരം. എല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് കാണും, അല്ലെങ്കിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് കാണും ഇതിനോടകം എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വോട്ട് ചെയ്യാൻ പോവുക. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളായുള്ള എല്ലാ വീഡിയോകളിലും പറയുന്നൊരു കാര്യമാണ്, വോട്ട് നിങ്ങളുടെ അവകാശമാണ്. അത് കൃത്യമായി വിനിയോഗിക്കുക. ആർക്ക് ചെയ്താലും അത് നിങ്ങളുടെ ജനാധിപത്യപരമായിട്ടുള്ളൊരു അവകാശമാണ്. ഒരു കാര്യം ഒന്ന് എടുത്ത് പറഞ്ഞോട്ടെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പ്രായമായവരൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വെള്ളവും കുടയുമൊക്കെ കയ്യിൽ കരുതുക. മറ്റുള്ളവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഫോണിൻ്റെ ഉപയോഗം പോളിംഗ് ബൂത്തിൻ്റെ പരിസരത്ത് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ഫോൺ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷമേ തിരികെ തരികയുള്ളൂ, തിരികെ തന്നാൽ തന്നെ. അത് രാവിലെ ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോൾ പിന്നിൽ നിന്നൊരു പയ്യനെന്ന് തന്നെ പറയാം, ഒരു പുത്തൻ വോട്ടുകാരൻ, കന്നി വോട്ടുകാരനാണെന്ന് തോന്നുന്നു. അത് അറിയാതെ ഉപയോഗിച്ചപ്പോൾ, ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ പോലീസുകാരൻ കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തു. വാങ്ങി വെച്ചില്ല കേട്ടോ, മാന്യമായിട്ട് തന്നെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ക്യൂയിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ ഊഴം കാത്തു നിൽക്കുമ്പോൾ ബോറടി മാറ്റുവാനായിട്ട് ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലും ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും വോട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം. പാലക്കാടാണ് വിഷയം. വോട്ടിന് നോട്ട് നൽകി എന്നുള്ളൊരു ആരോപണം, വ്യാജ ആരോപണം തന്നെ, ഒരു സംശയവും വേണ്ട. പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ നേരെ ഉന്നയിക്കപ്പെടുകയും അത് വൈകുന്നേരമാകുന്നതിന് മുമ്പ് ഉന്നയിക്കപ്പെട്ട ഏതാണ്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ പൊളിഞ്ഞടുങ്ങി പോവുകയും ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ച് കാശ് കൈമാറിയതിനൊരു രേഖയില്ലെന്ന് വിവരം പുറത്ത് അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ കളിച്ചത് കോൺഗ്രസിൻ്റെ വിനീഷ് എന്നൊരു പ്രാദേശിക നേതാവാണെന്നുള്ള വസ്തുതകൾ പുറത്തു വരികയും ചെയ്തു. ഇതെല്ലാം പൊളിഞ്ഞടുങ്ങിയൊരു ന്യായീകരണമാണ്. എന്നാലും ഇപ്പോഴും ചിലർ, മുത്തശ്ശിപത്രം ഉൾപ്പെടെ പലരും അങ്ങനെ നടന്ന് കാണാനിടയുണ്ട് കേട്ടോ, അയോഗ്യത ചിലപ്പോൾ വന്നേക്കും കേട്ടോ. ഒരു അയോഗ്യതയും വരുവാൻ പോകുന്നില്ല, ഒരു സംശയവും വേണ്ട. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തൂക്കി എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഈ പരിഭ്രമത്തിൽ ഇവർ കാണിക്കുന്ന ഈ ഉഡായിപ്പ് വേലകൾ. ഇത്തരത്തിലുള്ള ചതിപ്പണികൾ അവരിറക്കുന്നതിൻ്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ ഏക കാരണം, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ മുന്നേറ്റമാണ്. പാലക്കാടിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ ശോഭാ സുരേന്ദ്രൻ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനാണ് വ്യക്തമായ മേൽക്കൈ എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ചതിപ്പണികളുമായി UDFകാർ ഇറങ്ങുവാനുള്ള കാരണം. അവർക്ക് ശക്തമായ LDF പിന്തുണയുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. കാരണം പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് LDF പ്രസക്തമേ അല്ല. അവിടെ അവർ BJP ഒരിക്കലും BJP ഒരിക്കലും ജയിക്കരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ആര് ജയിച്ചാലും BJP ജയിക്കരുത്, ഇത്തരത്തിലുള്ളൊരു ലക്ഷ്യം വെച്ച് എന്ത് ചതിപ്പണിക്കും കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അതിന് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് ഇത്തരം പ്രാദേശിക നേതാക്കളെയാണ്. ഈ വിനീഷ് എന്ന വ്യക്തിയുടെ പേരിൽ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഈ വിനീഷ്. അത് അത്ഭുതമൊന്നുമില്ല, കാരണം ഒരു ക്രിമിനലിനല്ലാതെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കില്ലല്ലോ. ഈ പ്രവൃത്തി ചെയ്ത വിനീഷിൻ്റെ ബുദ്ധി നിലവാരത്തെ സംബന്ധിച്ച് ചോദ്യം, അത് മറ്റൊരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ പൊളിഞ്ഞു പോകുവാൻ എളുപ്പമായ ഒരു ചതിപ്പണി ചെയ്തത്, പക്ഷേ അത് അവസാന നിമിഷത്തിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ചതിപ്പണി കൂടിയാണ് എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റം, ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു അഭിപ്രായം എന്നുള്ള കാര്യം, വിവിധ മാധ്യമങ്ങൾ വിവിധ തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക, പൂർണ്ണമായും ഇടതുപക്ഷത്തേക്ക് മനസ്സ് ചാഞ്ഞിയ ഒരു മാധ്യമ പ്രവർത്തക, ഏതാണ്ട് പാലക്കാട് മണ്ഡലം മുഴുവൻ ഈ അഗ്നി വെയിലിൽ നടന്നലഞ്ഞു. ചോദിച്ചവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി എന്നല്ല, ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ്. ഒരാൾ പോലും വ്യത്യസ്തമായൊരു അഭിപ്രായം പറഞ്ഞില്ല. ഒരു പ്രദേശത്ത് മാത്രമല്ല, ആ മാധ്യമപ്രവർത്തക തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ പ്രദേശത്ത് അവർ ആദ്യം ഈ പ്രക്രിയ തുടങ്ങിയ പ്രദേശത്ത് ഇത് BJPയുടെ ഒരു ശക്തമായ മണ്ഡലമാണ്. ഇനി അപ്പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റ് വാർഡുകളിലേക്ക് പോകുമ്പോൾ, മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അഭിപ്രായം മാറിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ വിവിധ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുകയും നടന്നലഞ്ഞ് എന്ന് തന്നെ പറയേണ്ട വരുന്ന രീതിയിൽ വിവിധ ആളുകളെ കണ്ട്, പാലക്കാട്ടിലെ സമ്മതിദായകരെ കണ്ട് ആ നിയോജക മണ്ഡലത്തിൽ മുഴുവൻ ഏതാണ്ട് സഞ്ചരിച്ചു എന്ന് തന്നെ പറയാം. മുഴുവനെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു എക്സാജറേഷനായിട്ട് പറഞ്ഞായിട്ട് കരുതിയാൽ മതി. പക്ഷേ ഏതാണ്ട് നിയോജക മണ്ഡലത്തിൽ കുറേ കറങ്ങിയവർ. പക്ഷേ ചോദിച്ചവരെല്ലാം പറഞ്ഞത്, ഞാൻ വീണ്ടും പറയുന്നു, ശോഭാ സുരേന്ദ്രനാണ് അവരുടെ ഇഷ്ട സ്ഥാനാർത്ഥി എന്നല്ല. ശോഭ ചേച്ചി ജയിക്കണം, ശോഭാ സുരേന്ദ്രൻ ജയിക്കണം, ശോഭമോൾ ജയിക്കണം. വിവിധ പ്രായത്തിലുള്ളവർ, ജെൻസി മുതൽ വയോവൃദ്ധർ വരെ ശോഭാ സുരേന്ദ്രനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുകയും
ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് ശക്തമായി അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇതാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഒരു പൊതുവികാരം. എങ്ങനെ ഭയപ്പെടാതിരിക്കും എതിരാളികൾ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചതിപ്പണികളുമായി അവർ മുന്നിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ആ ചതിപ്പണികളൊന്നും കൃത്യമായി കൊള്ളേണ്ട ലക്ഷ്യത്തിൽ, അവരുദ്ദേശിച്ച ലക്ഷ്യത്തിൽ കൊണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതൊരു തരത്തിൽ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി ഭവിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴുള്ള അവസ്ഥയിൽ. കാരണം മാധ്യമങ്ങളെല്ലാം കിടന്ന് നിലവിളിക്കുന്നുണ്ട്. കാരണം ഈ ഒരു മുന്നേറ്റം ഏത് തരത്തിലും തടയുക എന്നുള്ളതാണ്. ഇന്നത്തെ വിഷയം മുഴുവൻ തിരഞ്ഞെടുപ്പായതുകൊണ്ട് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായിട്ടുള്ള ഒരു വിശകലനം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. പക്ഷേ കേരളമൊട്ടാകെ, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല കേരളമൊട്ടാകെ ഈ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ശക്തമായൊരു സാന്നിധ്യം, BJP നയിക്കുന്ന NDA മുന്നണിയുടെ ശക്തമായൊരു സാന്നിധ്യം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, പ്രസക്തമായ മറ്റൊരു കാര്യം, ഇതിന് മുൻപുള്ള ഏത് തിരഞ്ഞെടുപ്പ് നടന്നാലും ഏത് നിയോജക മണ്ഡലമോ ആയിക്കോട്ടെ, മണ്ഡലമുണ്ടായതിനു ശേഷം ഇന്നേ വരെ കോൺഗ്രസ് അല്ലാതെ മറ്റാരും ജയിച്ചിട്ടില്ലാത്തൊരു നിയോജക മണ്ഡലം തന്നെ ആയിക്കോട്ടെ, അവിടങ്ങളിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ LDF മുന്നണിയുടെ ശക്തമായൊരു സാന്നിധ്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഈ തിരഞ്ഞെടുപ്പിൽ ഒഴികെ. കാരണം പല നിയോജക മണ്ഡലങ്ങളിലും, പാലക്കാട് അതിനൊരു ഉദാഹരണം മാത്രമാണ്, പല നിയോജക മണ്ഡലങ്ങളിലും LDFൻ്റെ സാന്നിധ്യം അപ്രസക്തമാകുന്ന രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത്. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് LDFനെ ഏതാണ്ട് അവർ പറിച്ചെറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് പല നിയോജക മണ്ഡലങ്ങളിലും കാര്യങ്ങൾ പോകുന്നത്. UDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അധികാര വടംവലിയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പ്രതിച്ഛായ തിളങ്ങി നിൽക്കുന്നത്, ഞാൻ ഡബിൾ കോട്ട്സിലാണ് പറയുന്നത്, തിളങ്ങി നിൽക്കുന്ന നേതാക്കളും PK ശശിയെ പോലുള്ളവർ, രാഹുൽ മാങ്കൂട്ടം പോരാഞ്ഞിട്ട് ഇനിയും ഇരിക്കട്ടെ ആൾക്കാരെന്നുള്ള രീതിയിൽ, അത്തരത്തിലുള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ PK ശശിയെ പോലെയുള്ളവരെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ മുന്നണിയിൽ ചേർക്കുന്ന ഒരു പ്രക്രിയ. ഒപ്പം അത് എല്ലാത്തിനുമുപരി മുഖ്യമന്ത്രി ആരാകും, ഇപ്പോൾ ഒരു അധികാരം ലഭിച്ചേക്കുമെന്നുള്ളൊരു സൂചന ലഭിച്ചപ്പോൾ തന്നെ തുടങ്ങിയ അധികാര വടംവലി, ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിൻ്റെ ഫലമായി തന്നെയാണ് പലയിടത്തും LDF അപ്രസക്തമാകുകയും UDF ഇത്തരത്തിലൊരു മോശപ്പെട്ട പ്രതിച്ഛായയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തത് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ, അതായത് ഏറ്റവും ജയസാധ്യത BJP സ്ഥാനാർത്ഥിക്കുള്ള മണ്ഡലങ്ങളിലൊന്നായ 9 മണ്ഡലങ്ങളുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്നു. പക്ഷേ സത്യാവസ്ഥ 21-ലേറെ മണ്ഡലങ്ങളിൽ എന്തും സംഭവിക്കാമെന്നുള്ളൊരവസ്ഥയാണ്. അതിൽ തന്നെ 9-ൽ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു BJP ജയമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്, കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അത്തരത്തിലുള്ളൊരു മുന്നേറ്റം BJP നയിക്കുന്ന NDA കേരളത്തിൽ നടത്തുമ്പോൾ ഇത്തരത്തിൽ എതിരാളികൾ പരിഭ്രാന്തരാവുക, അവർക്ക് ശീലമുള്ള ചതിപ്പണികളുമായി അവർ കളത്തിലിറങ്ങുക എന്നുള്ളത് സ്വാഭാവികമായൊരു പ്രക്രിയ മാത്രമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇതുകൊണ്ടൊന്നും ശോഭാ സുരേന്ദ്രനെ പാലക്കാട് തളയ്ക്കുവാൻ അവർക്ക് സാധിക്കില്ല. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തൂക്കും എന്ന് തന്നെയാണ് പാലക്കാട് നിവാസികളും സമ്മതിദായകരും പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ കണ്ടീഷൻ സപ്ലൈയിലേക്ക് വരാം. ആ കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശോഭാ സുരേന്ദ്രൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തന മികവ്, അവർ അധികാരം കയ്യിലില്ലാതിരുന്ന അവസ്ഥയിൽ പോലും കേരളത്തിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്തു, പാലക്കാടിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു രൂപരേഖ, ഒരു ചിത്രം, ഒരു രേഖാചിത്രം എന്നത് അല്ല പറയുന്ന ഒരു 3D മോഡൽ തന്നെ പാലക്കാട് സമ്മതിദായകരുടെ മനസ്സിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാലക്കാട് സമ്മതിദായകരുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. അതിൽ അവർ ജനസമ്മതി നേടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആ ജനസമ്മതി പ്രകടിപ്പിക്കേണ്ട ദിവസമാണിന്ന്. ആ ജനസമ്മതി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ സപ്ലൈ. എല്ലാവരും മടിച്ചിരിക്കാതെ, വെയിലാണ്, അല്ല കാലാവസ്ഥ മോശമല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഒരു വോട്ട് കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്നൊന്നും ചിന്തിക്കാതെ പാലക്കാട് നിവാസികൾ മാത്രമല്ല കേരളത്തിലുള്ള ഓരോ സമ്മതിദായകരും, ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഏത് മുന്നണിക്ക് വേണമെങ്കിലും ഏത് പാർട്ടിക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ, വോട്ടവകാശം വിനിയോഗിക്കാൻ പോകാതിരിക്കരുത്. പോകണം, പോയി നിങ്ങളുടെ വോട്ട് വിനിയോഗിക്കുക. കാലാവസ്ഥ അഗ്നിവെയിലാണ്, പക്ഷേ അതിനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ കുടയായിട്ടും വെള്ളമായിട്ടും ഒക്കെ കയ്യിൽ കരുതുക. നിങ്ങളുടെ സമ്മതിദാനാവകാശം തീർച്ചയായിട്ടും വിനിയോഗിക്കുക. കാരണം അത് നിങ്ങളുടെ അവകാശമാണ്. ജനാധിപത്യത്തിൻ്റെ മനോഹാരിത കാത്തുസൂക്ഷിക്കുന്ന ഏറ്റവും വലിയ കാവലാണ് നിങ്ങളുടെ കയ്യിലുള്ള, എൻ്റെ കയ്യിലുള്ള ആ സമ്മതിദാനാവകാശം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാവലാളുകൾ രാഷ്ട്രീയക്കാരുമല്ല, രാഹുൽ ഗാന്ധി അല്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് സമ്മതിദായകരാണ്.
ജനാധിപത്യത്തിൽ നിന്നൊരു ഏകാധിപത്യത്തിലേക്ക് ഒരു രാജ്യം പോകാതിരിക്കണമെങ്കിൽ സമ്മതിദായകർ അവരുടെ സമ്മതിദാനാവകാശം കൃത്യമായും സാമാന്യബോധം ഉപയോഗിച്ചും വിനിയോഗിക്കണം. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യം ജനങ്ങളാലാണ് നിലനിൽക്കുന്നത്. കാലാകാലങ്ങളിൽ അധികാരത്തിലേറിയവർ അങ്ങനെയല്ല എന്നൊക്കെ ഭാവിക്കുമെങ്കിൽ പോലും 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർക്ക് ജനങ്ങളുടെ മുൻപിലേക്ക് വരും. അത് സംബന്ധിച്ചുള്ള വിശദമായൊരു ചർച്ച മറ്റൊരു അവസരത്തിലാകാം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന മറ്റ് വിഷയങ്ങളിൽ ഏതിലെങ്കിലും ഈ ഒരു വിശകലനവും കൂട്ടിച്ചേർക്കുവാൻ ശ്രമിക്കാം. എന്തായാലും സമ്മതിദാനാവകാശം വിനിയോഗിക്കാതിരിക്കരുത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തൂക്കി എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ. എന്ത് വ്യാജ പ്രചരണമുണ്ടായാലും ഇന്നലെ വരെ ശോഭയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് നടന്നിരുന്ന, ശോഭയെ ജയിപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്ന പല പ്രമുഖരും കോൺഗ്രസ് മനോഭാവം ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നത് പുറത്തു ചാടി പഠിക്കൽ കൊണ്ട് കലമുടച്ച് കേട്ടോ എന്ന ഈ വാർത്ത പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ ശിവസ്വാമിയുടെ ആശ്രമം കത്തിത്തീരുന്നതിന് മുമ്പ് നമ്മുടെ കാരണഭൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ ആയിപ്പോയി. അത് പഠിക്കൽ കൊണ്ട് കലമുടച്ച് കേട്ടോ എന്നങ്ങ് കാർഡിറക്കി. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ ഒന്ന് സൂക്ഷിക്കുക. പക്ഷേ അതുകൊണ്ട് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ യാതൊരു പ്രയോജനവും ഈ വ്യാജ പ്രചരണം നടത്തിയവർക്കും ഇത് ആസൂത്രണം ചെയ്ത് ബുദ്ധി കേന്ദ്രങ്ങൾക്കും ഉണ്ടാകുവാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പാലക്കാട് സമ്മതിദായകർ സാമാന്യ ബോധത്തോടു കൂടി തന്നെ അവരുടെ ആഗ്രഹപ്രകാരം ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിൽ ആ നിയോജകമണ്ഡലം ഏൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വ്യാജ പ്രചരണങ്ങൾ അതിൻ്റെ വഴി നടക്കും. അതിനുള്ള ചായയും ഇവിടെയും ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നൽകുന്നുണ്ട് എന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞത്. ഇപ്പോഴല്ല പിന്നെ എന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ അഭിപ്രായമായിട്ട് തന്നെ അവർ അറിയിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് നടക്കട്ടെ, എല്ലാവരും വോട്ട് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.